ഹായ്. സെക്ഷൽ ഹരാസ്മെൻറ്റ് കേസുകൾ ഡെയിലി കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരു +2 കാരിയായ പെൺകുട്ടി കുറ്റബോധവും ടെൻഷനും റിഗ്രഷനും ഒക്കെ കാരണം ആങ്സൈറ്റിയിലോട്ടും ഡിപ്രഷനിലോട്ടും പോയി സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് വന്നിരിക്കുകയായിരുന്നു ആ കുട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഓരോ രക്ഷിതാക്കളുമാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് തൻ്റെ ഫാദറിൽ നിന്ന്, സ്വന്തം അച്ഛനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റ്, അത് ഞാൻ എങ്ങനെ ഉമ്മയോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതൊരു കുടുംബ പ്രശ്നമാവില്ലേ? ഇനി ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? എനിക്ക് എൻ്റെ ഉമ്മയെ നഷ്ടപ്പെടുമോ? എനിക്ക് എൻ്റെ ഉമ്മ എന്തെങ്കിലും ചെയ്തു പോവോ എന്നുള്ള പേടി കാരണം മറച്ചു വെക്കേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടി. ശരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പലർക്കും അറിയുന്നില്ല. ഓരോ വെക്കേഷൻ ആകുമ്പോഴും കുട്ടികൾ പല മൂത്തപ്പ ഇങ്ങനെ കസിൻസിൻ്റെ വീടുകളിലോട്ട് പോയി തിരിച്ചു വരുന്നത് ഒരു പക്ഷേ അവർ പോയതുപോലെ ആയിരിക്കില്ല. അവർക്ക് ആ കുട്ടിക്കാലത്ത് ഏൽക്കുന്ന മുറിവുകൾ അപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു കൗമാരത്തിലോട്ട് കടക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറ്റബോധം കാരണം പല പ്രശ്നങ്ങളിലോട്ടും അവരുടെ മെൻ്റൽ ഹെൽത്ത് ഫുള്ളി പോകുന്നൊരവസ്ഥയിലോട്ട്, മറ്റുള്ളവരെ പേടിയാവുന്ന, അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും പേടി വരുന്ന, അല്ലെങ്കിൽ വളരെ സൈലൻ്റായി നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നടന്നിരുന്ന കുട്ടി പെട്ടെന്ന് പതുക്കെ സൈലൻ്റായി വരുന്നു, ആരോട് സംസാരിക്കുന്നില്ല, മറ്റുള്ളവരോട് വെറുപ്പ് വരുന്നു, ദേഷ്യം കൂടുന്നു, വാശി കൂടുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ ഈ കുട്ടി പോകുന്നുണ്ടാവാം. ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് കളർഫുൾ അല്ലെങ്കിൽ അവൻ്റെ കൗമാരം ഒരിക്കലും അവനക്ക് കളർഫുൾ ആക്കാൻ കഴിയില്ല. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, കാരണം ഒട്ടുമിക്ക ആങ്സൈറ്റി കേസുകൾ വരുമ്പോഴും എല്ലാവർക്കും ഒരു ചൈൽഡ്ഹുഡ് സെക്ഷൽ ഹരാസ്മെൻറ്റ് സ്റ്റോറികളുണ്ട്. ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കുട്ടി എവിടെ പോകുന്നു അവിടെ സുരക്ഷിതനാണോ എന്നുള്ളത് നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കുട്ടികൾ അവരുടെ ഭാഗത്തേക്ക് പോകുന്നു, പാരൻസ് എല്ലാവരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവർ കസിൻസ് ആണെങ്കിൽ അവർ ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് എണീക്കുന്നു, നമ്മളൊരു പക്ഷേ അല്ലെങ്കിൽ അവർ ഫോണുമായിട്ട് ഇരിക്കുന്നു, ഒന്നും കെയർ ചെയ്യാറ് പോലും ഇല്ല. എനിക്കറിയാം, ഒരു രക്ഷിതാവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇത്തരം ഈ കുട്ടി ഇങ്ങനെ സെക്ഷലി ഇത്തരം കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞ സമയത്ത്, അതൊക്കെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഓരോ കളികളല്ലേ വേണം. അതിനൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ വരാൻ കാരണം എന്താ ഞാൻ അവരോടൊക്കെ പറയാം. നമ്മുടെ കുട്ടികൾക്ക് ഏൽക്കുന്ന ഓരോ മുറിവുകളും വലുതാണ്. അതൊരു ചെറിയ മുറിവായിരിക്കാം, പക്ഷേ പിന്നീട് അത് വലിയ മുറിവായിട്ട് അവരുടെ മനസ്സിൽ കിടന്ന് എന്ത് ചെയ്യുന്നു, ഇവൻ ഒരു നെഗറ്റീവായുള്ളൊരു വേർഡ് പോലും അവരെന്താക്കുന്നുണ്ട്, നീ ഒന്നിനും കൊള്ളൂല, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുട്ടി എൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇത് ഫാദർ പറഞ്ഞിട്ട് ഫാദറിനത് ഓർമ്മ പോലും ഇല്ല, പക്ഷെ ആ കുട്ടിയുടെ മൈൻഡിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു ബിലീഫ് ആ കുട്ടിയുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ആങ്സൈറ്റിയിലോട്ട് വരാൻ കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മുടെ ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠം എന്ന് പറയുന്നത് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്. ഇങ്ങനെ എവിടുന്നെങ്കിലും അനുഭവിച്ചു കഴിഞ്ഞാൽ അതെന്നോട് ആദ്യം വന്ന് പറയണം എന്നുള്ള രീതിയിലൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടിയോട് ഉണ്ടാക്കിയത്. എന്തും എനിക്ക് വന്ന് തുറന്ന് പറയാനുള്ളൊരു ഇടമാണ് എൻ്റെ ഉമ്മ എന്നുള്ളത് അവർക്ക് എന്തായിരിക്കണം, മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു നല്ല ബിഹേവിയർ നമുക്ക് ഉണ്ടാവണം എന്ന് കരുതി എപ്പോഴും കുറ്റപ്പെടുത്തി, എപ്പോഴും താരതമ്യം ചെയ്ത് മറ്റുള്ളവരെ വെച്ചിട്ട് അവർ കണ്ടില്ല, ഇവർ കണ്ടില്ല, ഇവരെ നോക്കി പഠിക്കുക, ഇങ്ങനെ താരതമ്യം ചെയ്ത് ഉപദേശിച്ചും റിപ്പീറ്റായിട്ട് ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞും അവരിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കി നമ്മളിൽ നിന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക.
അവർക്ക് എന്തും തുറന്ന് പറയാനും അവരുടെ തെറ്റുകളാണെങ്കിലും അത് തിരുത്തി കൊണ്ടുവരാനും ഒക്കെ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിലൊരു നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. പലപ്പോഴും നിങ്ങൾ കുട്ടികൾ ഒന്നല്ല, ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കുട്ടി ഓക്കെ ആയിരിക്കാം, ഇതേക്കുറിച്ചുള്ള ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളെ വീട്ടിലോട്ട് വരുന്ന കസിൻസ് അതല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ വരുന്ന ആ കുട്ടികൾ ഒരു പക്ഷേ ഏത് രീതിയിൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെ അനുഭവിച്ച് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം പലപ്പോഴും പല കേസുകളിലും പറയാറുണ്ട്, എനിക്ക് അവൾ കാണിച്ചു തന്നു അല്ലെങ്കിൽ അവന് കാണിച്ചു തന്നു, അവനാണ് എന്നോട് പറഞ്ഞത് എന്നുള്ള രീതിയിൽ. കാരണം കുട്ടികൾ കാണുന്ന അല്ലെങ്കിൽ കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ ചില കുട്ടികളിൽ അതൊരു രസമായിട്ടൊരു കളിയായിട്ട് മാറാറുണ്ട്. ഇതിവർ വരുന്ന സമയത്ത് മറ്റുള്ളവരിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അത് അവരിലും എന്തായി മാറുന്നു, അതൊരു രസമായിട്ട് മാറുന്നു. പിന്നീട് ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി എവിടെ പോകുന്നു എപ്പോഴും പേരൻസിൻ്റെ ഒരു കൺവട്ടത്തല്ലാതെ നമ്മൾ അവരെ തനിയെ വിരുന്ന് പറഞ്ഞേക്കുക, ഇതൊന്നും പല പേരൻസിനും ഇപ്പോൾ നാളെ ലീവാണ് എന്ന് പോയിക്കോട്ടെ, 2 ദിവസം നിന്ന് കഴിഞ്ഞ് വരട്ടെ. അവിടെ ആരാണ് സേഫായുള്ളൊരു സ്ഥലമാണോ, ആരൊക്കെയുണ്ട്? കാരണം ആൺകുട്ടികളില്ലെങ്കിലും പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥലമാണെങ്കിലും പ്രശ്നങ്ങളാണ്. പെൺകുട്ടികളെല്ലാം ആൺകുട്ടികൾ മാത്രമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അവൻ പോയിക്കോട്ടെ എന്ന് പറയാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും അവരെ ശ്രദ്ധിക്കേണ്ടതും അവരെ മനസ്സിലാക്കേണ്ടതും അവർ എവിടെ ആരുടെ കൂടെ എന്തൊക്കെ അവർ വീഡിയോസ് അവർ ഫോണിലിരുന്ന് കാണുന്നു, അവരെന്ത് കാണുന്നു, ഏതൊക്കെ ഷോർട്സ് അവർ കാണുന്നുണ്ട്, എന്തൊക്കെയാണ് അവർ കാണുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അവരാരുടെ കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരെവിടെ കിടക്കുന്നു, എവിടെ ഉറങ്ങുന്നു, സേഫാണോ, സേഫായിട്ടുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ എപ്പോഴും നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകും നല്ല മെൻ്റൽ ഹെൽത്തോടു കൂടി നമ്മൾ കുട്ടികൾ വളരണമെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കാലം നമ്മൾ കളർഫുള്ളാക്കണം. പലപ്പോഴും പല പേരൻസും മക്കളുടെ മുന്നിൽ വെച്ച് വഴക്കടിക്കുന്നു, സ്വന്തം കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഉമ്മയോട് വഴക്കടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നായിൻ്റെ മോനെ എന്ന് എന്നെ വിളിച്ചു, എൻ്റെ ഉപ്പ എന്നെ നായിൻ്റെ മോനെ എന്ന് എൻ്റെ ഉമ്മാൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് വിളിച്ചത്, എൻ്റെ ഉമ്മയെ അത് വിളിച്ചു, എൻ്റെ ഉമ്മയെ ഇത് വിളിച്ചു. ഇപ്പോൾ ഞാൻ നെഗറ്റീവായിട്ടുള്ള ഇത്തരം വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് എന്നെ ഇവിടെ കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവരെടുത്തു നിന്നല്ലേ ഞാനത് പഠിച്ചത്, അവരല്ലേ എനിക്കത് പഠിപ്പിച്ചു തന്നത്. ശരിക്കും ഇവിടെ ആരാണ് കുറ്റക്കാരെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ.